നമസ്കാരം. ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ലക്ഷ്മി. എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ഡയബറ്റിക് ആയി കഴിഞ്ഞു, ഇനി എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ എന്ന്. അപ്പോൾ അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. കാര്യം ഫ്രൂട്ട്സിൽ ഒരുപാട് മധുരമുണ്ട്, കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പലപ്പോഴും പലരും ചോദിക്കുന്നതാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡയബറ്റിക് ആണോ, നിങ്ങളൊരു പ്രമേഹ രോഗിയാണോ എന്നാൽ തീർച്ചയായും നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം ഡയബറ്റിക് ആകുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻസിൻ്റെ അബ്സോർഷൻ കുറയും, അതുപോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അബ്സോർഷൻ കുറയും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കനാവും. അപ്പോൾ നമുക്ക് പല അസുഖങ്ങളും വരും. അപ്പോൾ ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് മറ്റ് കോംപ്ലിക്കേഷൻ, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി ഇങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ, അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ, ഒരു പരിധിവരെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ഫുഡിൽ ആഡ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ്. അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സാണ്, ഏതൊക്കെ ഫലങ്ങളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കൂടുതലായി കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടുന്നത് ബെറീസാണ്. ബെറീസ് എന്ന് പറയുമ്പോൾ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അതുപോലെ നമ്മുടെ നെല്ലിക്ക നമുക്ക് സുലഭമായി കിട്ടുന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും ഫുഡിൽ ആഡ് ചെയ്താൽ വളരെ നല്ല മികച്ച ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ അത് തീർച്ചയായും നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യേണ്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് അവക്കാഡോ. അവക്കാഡോ നമുക്കിപ്പം വളരെ കോമൺ ആയിട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലും നമുക്കത് കിട്ടുന്ന സമയത്ത് നമുക്കത് ഫുഡിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാര്യം ഇതിനകത്ത് എസെൻഷ്യൽ ഫാറ്റാണ് കൂടുതലായിട്ടുള്ളത്. ഈ ഫാറ്റി എലമെൻറ്റ്സ് കൂടുതലാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന് കൊളസ്ട്രോൾ കൂട്ടുമോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഒരിക്കലും അത് നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും മോശപ്പെട്ട കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഫുഡിൽ ആഡ് ചെയ്യുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അത് ബി പി യെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ബ്ലഡ് ഷുഗർ ലെവലിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതുപോലെ ആപ്പിൾ ഇപ്പോൾ നമുക്കൊരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഡയറ്റ് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു ആപ്പിൾ കഴിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് അബ്സോർഷനെ ഈ ആപ്പിൾ കുറയ്ക്കും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ ഒരു നല്ല ഒരു ഫുഡാണ് ഡയബറ്റിക് രോഗികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനകത്ത് നല്ല ഫൈബർ കണ്ടൻസ് ഉണ്ട്, അത് നമുക്ക് വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് തരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമൊക്കെ എസ്പെഷ്യലി ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഫുഡിൽ ഡയബറ്റിക് പേഷ്യൻസിന് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രേപ്സ്. നമ്മൾ വിചാരിക്കില്ല ഗ്രേപ്സ് നമുക്ക് കഴിക്കാൻ സാധിക്കുമെന്ന്, എന്നാൽ അധികം പഴുക്കാത്ത ഗ്രേപ്സ് നമുക്ക് വളരെ നല്ലതാണ്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി ഇങ്ങനെയുള്ളതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് ഇതിൻ്റെ ബയോ ആക്റ്റീവ് പ്രിൻസിപ്പിൾസിനുണ്ട്. സോ അത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റ് ഫ്രൂട്ട്സിൽ വരുന്നതാണ് ഒന്ന് കിവി. അതിനകത്ത് ഒരു പൊട്ടാഷ്യം ഒക്കെ റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ കിവി വളരെ നല്ലതാണ്. അതും ഈ പറയുന്നത് പോലെ നമുക്ക് അവൈലബിൾ ആകുന്നത് പോലെ സീസണലായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അതുപോലെ ഓറഞ്ചസ് വളരെ നല്ലതാണ്, വൈറ്റമിൻ സി ആണ്. അപ്പോൾ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ബലപ്പെടുത്തും, മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതൊന്ന് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ പോംഗ്രാനൈറ്റ് സീഡ് ഉൾപ്പെടെ കഴിക്കാനാണ് പറയുന്നത്. സീഡ് ഉൾപ്പെടെ നമുക്ക് ചവച്ച് കഴിക്കാം. അത് നമ്മുടെ ഡീജനറേറ്റീവ് ഫോർമാറ്റിലുള്ള ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചേഞ്ചസിനെ നമുക്ക് ഒരുപാടായിട്ട് കുറയ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് പോംഗ്രാനൈറ്റ്. അതുപോലെ നമുക്ക് ചെറീസ് ഭയങ്കര നല്ലതാണ് ഡയബറ്റീസിനകത്ത്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സൊക്കെ നമുക്ക് ശരിക്കും ഡയബറ്റിക് പേഷ്യൻസിനകത്ത് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ്. പക്ഷേ ഇനി നമ്മൾ കഴിച്ചുകൂടാത്തതുകൊണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും മാംഗോ കഴിക്കാൻ പാടില്ല. പരമാവധി മാംഗോ ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. നെക്സ്റ്റ് ബനാനാസും കഴിവിൻ്റെ പരമാവധി റൈപ്പായിട്ടുള്ള ബനാനാസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ കഴിക്കാൻ പാടില്ലാത്ത ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലനും ഒരുപാട് ഇൻടേക്ക് ചെയ്യുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് അത്ര നന്നാകത്തില്ല. അപ്പം ഇതാണ് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതും കഴിച്ചുകൂടാത്തതുമായിട്ടുള്ള ഫ്രൂട്ട്സ്. അപ്പം ഇനി ഇത് നമുക്ക് അമിതമായ ക്വാണ്ടിറ്റിയിൽ ഒരിക്കലും ഫ്രൂട്ട് ഇൻടേക്ക് ചെയ്യുന്നത് നന്നാവില്ല. പക്ഷേ എനിവേ നമുക്ക് ഇതൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യുക തന്നെ ചെയ്യണം, മറ്റ് ഡിഫക്ട്സ് ഒന്നും വരാതിരിക്കാനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.